ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. നോമ്പിൻ്റെ ആദ്യത്തെ കുറച്ച് ദിവസം വീഡിയോ ഇട്ടതാണ്. പിന്നെ എനിക്കൊരു വീഡിയോ പോലും ഇടാൻ പറ്റിയില്ല. ഈദിൻ്റെ ഒരു തിരക്കും അതുപോലെ തന്നെ മക്കൾക്ക് പുതിയ സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരെ. അപ്പോൾ അതിൻ്റെ സ്കൂൾ തുറപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയായി പോയി. പിന്നെ കുറച്ച് മടിയുമായി. അതുകൊണ്ടാണ് വീഡിയോസായിട്ട് വരാഞ്ഞത്. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പെരുന്നാളായിട്ട് ഈ പ്രാവശ്യം ഷാർജ സഫാരി സൂവിലാണ് പോയിട്ടുള്ളത്. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ദുബൈ സഫാരിയിൽ നമ്മൾ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പെരുന്നാളിന് അപ്ലോഡ് ആക്കിയിട്ടും ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് ഷാർജ സഫാരി സൂവിലാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കാരണം നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളും, അതിൻ്റെ കൂടെ അവിടുത്തെ പിന്നെ ബേഡ്സ്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എല്ലാവരും ഈദൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾ എവിടേക്കാണ് കറങ്ങാൻ പോയിട്ടുള്ളതെന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നത് ഷാർജ സഫാരിയിലേക്കാണ്. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് എടുത്തത്. ആ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഷാർജ സഫാരിയിൽ. അപ്പോൾ എൻട്രൻസിൽ ആ ഒരു ഓൺലൈനിൽ എടുത്ത ടിക്കറ്റൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഈ ഒരു വൃക്ഷമാണ് കാണുന്നത്. അപ്പം നടന്ന് തന്നെയാണ് നമ്മൾ അവിടെയുള്ള ഓരോ കാഴ്ചകളും കാണുന്നത്. അത്യാവശ്യം ചെറിയൊരു വെയിൽ. നമ്മൾ രാവിലെ ആയിരുന്നു കേട്ടോ പോയത്. 8:30ക്കാണ് നമ്മൾ അതിനകത്ത് കയറിയത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെയിൽ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല. പിന്നെ ഇതാണ് ബേഡ്സ് ഓഫ് ആഫ്രിക്ക. ഇതാണ് നമുക്ക് അവിടെ ആദ്യം കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ എൻട്രൻസിൽ കൂടി അകത്തോട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫുള്ളൊരു കാട് പോലെ നിറച്ചും പച്ചപ്പുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ടുള്ളവർക്കറിയാം. ഇപ്പം നല്ല പച്ചപ്പ് തന്നെ ഉണ്ട്. ഈ ഒരു നെറ്റ് അടിച്ചതിനകത്തൊക്കെ ഒരുപാട് ബേഡ്സ് ഉണ്ട്. അപ്പം ബേഡ്സ് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ ആദ്യം തന്നെ കാണുന്നത് ഈ ബേഡ്സിനെയൊക്കെയാണ്. ഈ ഒരു ഏരിയ കാണുമ്പോൾ ഫുള്ള് കവറായിട്ട് ഇല്ലേ പച്ചപ്പ് കൊണ്ട്. അപ്പം കടലാസ് ചെടിയും അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നല്ലൊരു കാഴ്ച തന്നെയാണ്. നല്ലൊരു ഭംഗിയായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്.
ഈ കാണുന്നത് ആരെയാണെന്ന് നോക്കിക്കേ. ഈ ആമയ്ക്ക് 10 വയസ്സാണെന്നാണ് അവർ പറഞ്ഞത്. ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിക്കുന്നത്. 10 years ഓൾഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം ദാ ഇവിടെയും ഉണ്ട്. അതുപോലെ ദൂരെ ദാ കാണുന്നതും ഒരു ആമയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ ഗ്ലാസ്സിൽ കൂടിയാണ് കാണുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും 10 വയസ്സാണ് പ്രായം. ഇനി അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വില്ലേജാണ്. അപ്പോൾ ഒരു വില്ലേജ് ഏരിയയിലേക്കാണ് നമ്മളിനി പോകുന്നത്. അന്നത്തെ കാലത്തെ ഡോറുകൾ, അതുപോലെ വിൻഡോസ്, പിന്നെ ഷോപ്പ്, അങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ കാണുന്നത്. അതും ഒരു പ്രത്യേക വൈബാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റും. ഈ കാണുന്നത് കുറേ സീറ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കത് നോക്കാം.
അപ്പോൾ ഈ ഷോയുടെ കൂടെ തന്നെ ഈ ഒരു ഷാർജ സഫാരി സൂവിലെ കാഴ്ചകളും ഇവിടെ തീർന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ഒരു പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10:30 ആയപ്പോൾ തന്നെ 8:30 നമ്മൾ ചെന്നു. ഒരു 10:30 കഴിഞ്ഞപ്പോൾ അവിടുന്ന് എക്സിറ്റ് ആയി. എന്നിട്ട് നേരെ പിന്നെ അറേബ്യൻ വൈൽഡ് ലൈഫിലേക്കാണ് പോയത് ഷാർജയിലെ. ആ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കുക. ഒരുപാട് പേർക്ക് ആ സ്ഥലം അറിയില്ല. അപ്പോൾ അതിനകത്ത് ഞാനത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.